35 എംഎൽഎമാരുടെ പിന്തുണ ഉറപ്പാക്കി കെ.സി. വേണുഗോപാൽ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ യുഡിഎഫിന്റെ വിജയത്തിനു പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ ചർച്ചകൾ സജീവം. എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി പിടിമുറക്കിയതോടെ പോര് പുതിയ തലത്തിലേക്കെത്തി. നിലവിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും അവകാശവാദങ്ങളുമായി രംഗത്തുണ്ട്. 63 കോൺഗ്രസ് എംഎൽഎമാരിൽ 35 പേർ വേണുഗോപാലിനൊപ്പമുണ്ടെന്ന് കരുതപ്പെടുന്നു. ഇതിനു പുറമെ എ ഗ്രൂപ്പിലെ 8 പേരുടെയും 3 സ്വതന്ത്രരുടെയും പിന്തുണ കൂടി ചേരുമ്പോൾ 46 പേരുടെ ബലം തങ്ങൾക്കുണ്ടെന്ന് വേണുഗോപാൽ പക്ഷം അവകാശപ്പെടുന്നു. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് നേരിട്ട അപ്രതീക്ഷിത പരാജയത്തിനു പിന്നാലെ കടുത്ത ആരോപണങ്ങളുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നെങ്കിലും താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമത പ്രഖ്യാപിച്ചു. ഈ പരാജയം യഥാർത്ഥ ജനവിധിയല്ലെന്നും ബി.ജെ.പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് നടത്തിയ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും മമത ആരോപിച്ചു. കൊൽക്കത്തയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു മമതയുടെ ആരോപണം. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന തന്റെ മുൻ നിലപാടിൽ മാറ്റമില്ലെന്ന് ആവർത്തിച്ച് മുൻ കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ എം.പി. കെ. മുരളീധരനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കു ശേഷമാണ് സുധാകരൻ തന്റെ നിലപാട് ആവർത്തിച്ചത്. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന് താൻ നേരത്തെ പറഞ്ഞ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് സുധാകരൻ പറഞ്ഞു. സിനിമാ സീരിയൽ താരം സന്തോഷ് കെ നായർ അന്തരിച്ചു. കാർ അപകടത്തിൽപ്പെട്ടായിരുന്നു അന്ത്യം. MC റോഡിൽ രാവിലെ 6:30 അടൂർ ഏനാത്ത് വെച്ചായിരുന്നു അപകടം. സന്തോഷ് യാത്ര ചെയ്ത കാർ നിയന്ത്രണം തെറ്റി പാഴ്സൽ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. അടൂർ ലൈഫ് ലൈൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കാറിൽ ഒപ്പമുണ്ടായിരുന്ന ഭാര്യ രാജലക്ഷ്മി, പാർസൽ ലോറി ഡ്രൈവർ സുധീഷ് എന്നിവർക്കും പരിക്കുകളുണ്ട്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക നീക്കങ്ങൾ. തമിഴക വെട്രികഴകം അധ്യക്ഷൻ വിജയിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. ചെന്നൈയിൽ നടന്ന നിയുക്ത എംഎൽഎമാരുടെ യോഗത്തിലാണ് ഐക്യകണ്ഠേന ഈ തീരുമാനമെടുത്തത്. ഇതോടെ വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയാകാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഹരിയാനയിലെ നൂഹ് ജില്ലയിലുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ 5 ഉത്തർപ്രദേശ് പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. 10:30 കുട്ലി മനേസർ പൽവൽ എക്സ്പ്രസ് വേ ഗുലാവൽ ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. ഉത്തർപ്രദേശിലെ ജലൗൻ ജില്ലയിൽ സേവനമനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥരാണ് അപകടത്തിൽപ്പെട്ടത്. തമിഴ്നാട്ടിൽ സ്വാധീനമുണ്ടാക്കുവാൻ കിണഞ്ഞു പരിശ്രമിച്ച ബി.ജെ.പിയെ തൂത്തെറിഞ്ഞ് തമിഴ് ജനത. AIADMKയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടെങ്കിലും അവർക്ക് നിയമസഭയിൽ വിജയിക്കാനായത് ഒരു സീറ്റിൽ മാത്രം. ബി.ജെ.പിയുടെ നേതാക്കളെയെല്ലാം തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുകയാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ ചെയ്തത്. ഇവിടെ 234 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഒരു സീറ്റിൽ മാത്രമാണ് ബി.ജെ.പിക്ക് വിജയം നേടാനായത്. കഴിഞ്ഞ തവണ ഇത് 4 ആയിരുന്നു. ചൈനയിലെ ഹുനാൻ പ്രവിശ്യയിലുള്ള പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 26 പേർ കൊല്ലപ്പെട്ടു. ലിയുയാങ് നഗരത്തിലെ ഹാഷെങ് പടക്ക നിർമ്മാണ പ്ലാന്റിൽ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞാണ് അപകടമുണ്ടായത്. സ്ഫോടനത്തിൽ 61 പേർക്ക് പരിക്കേറ്റതായി ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപകടത്തെ തുടർന്ന് പ്ലാന്റിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശവാസികളെ അധികൃതർ ഒഴിപ്പിച്ചു. ഇറാന്റെ 6 ബോട്ടുകളും മിസൈലുകളും ഡ്രോണുകളും നശിപ്പിച്ചതായി US സൈന്യം. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കു നീക്കം ഇറാൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. ഫെബ്രുവരി 28-നാണ് അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ച സംഘർഷത്തെ തുടർന്ന് ഇറാൻ അടച്ചുപൂട്ടിയ കടലിടുക്കിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച പ്രൊജക്ട് ഫ്രീഡം എന്ന പേരിൽ ഒരു സൈനിക നീക്കം ആരംഭിച്ചത്. 10 സംസ്ഥാനത്തെ പല പ്രദേശങ്ങളിലെ പമ്പുകളിലും പെട്രോൾ ഡീസൽ ലഭ്യതയില്ല. പലയിടങ്ങളിലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ വില വർധനവുണ്ടാകുമെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് പൊടുന്നനെയുള്ള ഈ ക്ഷാമം. ഇന്ധനവില കൂട്ടണമെന്ന എണ്ണ കമ്പനികളുടെ ആവശ്യത്തിന് കേന്ദ്രം വഴങ്ങിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.